നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് വെള്ളം നമ്മുടെ അടുത്ത പറമ്പിലേക്ക് കെട്ടിക്കിടന്നിട്ട് ഉറവ് വരുള്ളൂ. അപ്പൊ വെള്ളം ചീത്തായിക്കൊള്ളില്ല. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ കുറവാണ്, അസിഡിക്കാണ്. ഇവിടുത്തെ വെള്ളം നല്ല ലൈറ്റ് ആയിട്ട് ഉണ്ട്. ഹാപ്പിയാണോ? ശരി, സന്തുഷ്ടനല്ലേ? കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഓക്കെ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ഇളന്തിക്കരയാണ്ടാ. ഇളന്തിക്കര എന്ന് പറയുമ്പോൾ മിസ്റ്റർ നെവിന്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും തന്നെ വിചാരിക്കുന്നത്. ഇതേ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള 6 വാട്ടർ പ്യൂരിഫയറാണ് നമ്മൾ ഇവിടത്തേക്ക് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ അത്യാവശ്യം അയണിന്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ pH-ന്റെ അഭാവം ഏകദേശം ഒരു 3.5 ആയിരുന്നു നമുക്ക് കാണിച്ചത്. അസിഡിക് ആയിരുന്നു വെള്ളം. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ആൽക്കലൈൻ പ്ലസ് മിനറൽ കാറ്ററേജ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളായിരിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ പ്രീ ഫിൽറ്റർ ആയിട്ട് നമ്മൾ 2 പ്രീ ഫിൽറ്റേഴ്സാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഒരു അയൺ റിമൂവറും അതേപോലെ ഒരു 5 മൈക്രോൺ ഒരു സെഡിമെന്റ് ഫിൽറ്ററും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ വെള്ളത്തിന്റെ പോയിന്റ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ പവർ പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ നേരിട്ട് നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ.
കൂട്ടുകാരെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ 2 പ്രീ ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു അയൺ റിമൂവറും അതുപോലെ തന്നെ ഒരു സെഡിമെന്റ് ഫിൽറ്ററും, 5 മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽറ്ററും. അതിനുശേഷം നമ്മൾ അകത്ത് കസ്റ്റമൈസും ചെയ്തിട്ടുണ്ട്. ആൽക്കലൈൻ പ്ലസ് മിനറൽ കാറ്ററേജ്, ഒരു 8 ഇഞ്ചിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബയോന്റെ ഒരു മിനറൽ പ്ലസ് ആൽക്കലൈൻ ഫിൽറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ pH-ന്റെ അഭാവം ഉണ്ടായിരുന്നു, ഒരു 3.5 അസിഡിക് ആയിരുന്നു വെള്ളം. അതേപോലെ ചെറിയ രീതിയിൽ അയണിന്റെ സാന്നിധ്യവും കാണിച്ചായിരുന്നു. അപ്പൊ ഇതിനേക്ക് മാറ്റാവുന്ന, അല്ലെങ്കിൽ ഇതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളോട് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ RO ആണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് വീഡിയോ കാണിക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം അത് ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വർക്ക് കഴിഞ്ഞു, കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണ്. നേരിട്ട് കസ്റ്റമറോട് ചോദിച്ചു നോക്കാം എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം, എങ്ങനെയുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടോ, മുന്നേ എന്തായിരുന്നു ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. മിസ്റ്റർ നെവിൻ ഉണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ നീങ്ങുന്നുള്ളൂ. ആദ്യം ഒരു കാര്യം ചെയ്യും, ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചു നോക്കൂ. ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് കുടിച്ചു നോക്കിയിട്ട് എന്താണെന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞോളൂ. ഉള്ള കാര്യം ഉള്ള മാതിരി തന്നെ പറഞ്ഞോളൂ, ജെന്യുവനായിട്ട്. എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? ലൈറ്റ് ആയിട്ടുണ്ട് വെള്ളം. നേരത്തെ നമുക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് വെള്ളം നമ്മുടെ അടുത്ത പറമ്പിലേക്ക് കെട്ടിക്കിടന്നിട്ട് ഉറവ് വരുള്ളൂ. അപ്പൊ വെള്ളം ചീത്തായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ അതെ അസിഡിക് ആണ്. ഇവിടുത്തെ വെള്ളം നല്ല ലൈറ്റ് ആയിട്ട് ഉണ്ട്. ഹാപ്പിയാണോ? ചില സന്തുഷ്ടനല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഷെയർ ഒക്കെ ചെയ്തൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ചും അതുപോലെ വർക്കിനെ കുറിച്ചൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് എത്തട്ടെ. അപ്പോൾ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു ഉപകാരമല്ലേ. എല്ലാവരിലേക്കും നിങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. പിന്നെ അതുകൂടാണ്ട് കേരളത്തിൽ എവിടെയായാലും നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ആയാലും അതേപോലെ തന്നെ വെസൽ ഫിൽട്രേഷൻ്റെ വർക്കിനായാലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ നമ്മളൊന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വർക്കുമായി വരുന്നവരെ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.